നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗല്ല, ഇന്നൊരു ഭയങ്കര സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് നമ്മുടെ വീട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. വീഡിയോസ് കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഓർമ്മിപ്പിച്ചത്. എന്താ പറയുക, അപ്പോൾ എന്തായാലും ഒരുപാട് നാളത്തെ പ്രവീണിൻ്റെ ആഗ്രഹം എന്തായാലും നടന്നു എന്നാണ് ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്. ഒരുപാട് നാളത്തെ ആഗ്രഹം, ഒരുപാട് അലച്ചലിന് ശേഷം, ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം, ഒരുപാട് ഇതിന് ശേഷം എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് ആ പുതിയൊരു വീട്ടിലോട്ട് കയറുള്ളൂ എന്നുള്ളൊരു ശപഥം എടുത്തതായിരുന്നു പ്രവീൺ. എന്തായാലും ഈ ഒരു പ്രായത്തിനിടയ്ക്ക് സ്വന്തം വീട് കരസ്ഥമാക്കി ഇപ്പോൾ അതാ വീടിൻ്റെ പാലുകാച്ചിലൊക്കെ ആയി. എന്തായാലും ഇത്രയും ചെറിയൊരു പ്രായത്തിനിടയ്ക്ക് ഇത്രയും വലിയൊരു വീട് സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ എന്തായാലും ഞാൻ പ്രവീണിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. എന്തെല്ലാം പ്രശ്നത്തിൻ്റെ ഇടയിലാണെങ്കിലും, ഒരു ഫാമിലി ആകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കില്ല. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിലാണെങ്കിലും പൊരുതി നേടിയ ഒരു വിജയം തന്നെയാണ് പ്രവീണിൻ്റെ. എന്തായാലും ഇപ്പോൾ പ്രവീണിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഇനി ഒന്നിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അധികം താമസിയാതെ അവരൊന്നിക്കും. എന്തായാലും ഫാമിലി ആകുമ്പോൾ, ഒരു കുടുംബം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കില്ലല്ലോ. അവർ എന്തായാലും ഒന്നിക്കും. ആ നൂലുകെട്ടിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും ഈ ഒരു പ്രായത്തിനിടയ്ക്ക് എല്ലാ ആൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇത് തന്നെയാണ് സ്വന്തമായിട്ടുള്ളൊരു വീട്. നമ്മുടെ സ്വന്തം ചെലവിൽ ഉണ്ടാക്കിയ നമ്മൾക്ക് ഇതായിട്ടുള്ളൊരു വീട് എന്നുള്ളൊരു ഇത് ഒരു എന്താ പറയുക, കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കായിട്ടൊരു സ്വന്തമായിട്ടുള്ളൊരു വീട്, അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു വീടായിരിക്കണം. അതിനാണ് നമുക്കൊരു എന്താ പറയുക, ഒരു വിലയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്നൊരു സ്ഥലം തന്നതാണെങ്കിലും അതിൽ നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെക്കുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊരു വീട് വെക്കുക. ഇതിപ്പോൾ പ്രവീൺ വിലയ്ക്ക് വാങ്ങിച്ചതാണ് എങ്കിൽ കൂടെ ഈ പ്രായത്തിനിടയ്ക്ക് ഇത്രയും വലിയ വീട് സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമൊന്നുമില്ല. അതാണ് പ്രവീൺ ഇപ്പോൾ എന്തായാലും സ്വപ്നത്തിലൂടെ എന്തായാലും അത് നേടിയെടുത്തിരിക്കുന്നത്. ഒരുപാട് പുള്ളിക്കാരൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഒരു പ്രായത്തിനിടയ്ക്ക് ഇത് നേടിയെടുത്തല്ലോ, അതാണ് ഒരു ആൺകുട്ടിയുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ നമുക്ക് ആ വീട് കുറച്ചൊന്ന് കണ്ടിട്ട് വരാം. പാലുകാച്ചിലൊക്കെ കാര്യങ്ങൾ കുറച്ചൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. കഴിച്ചപ്പോ ചെക്കൻ പോയേട്ടാ, ഭയങ്കര കരച്ചിലായിരുന്നു സുഹൃത്തുക്കളെ. പക്ഷെ അവിടെ കൊണ്ട് കിടത്തിയപ്പോ കരച്ചിൽ അവന് ഈ ചൂട് പറ്റത്തില്ല കേട്ടാ. അതല്ല ഒന്നാമത്തെ കാര്യം, നമ്മളെ ഈ ഡ്രസ്സിന്റെ സീക്വൻസ് കൊണ്ടുവന്ന് അവന് ഭയങ്കര അവിടെ കൊണ്ട് സെറ്റ് തന്നെ ഈർച്ചയിടും. പിന്നെ ഇനി അവനെ എന്തെങ്കിലും ഈർച്ചയിടും പറയാൻ. കഴിച്ചപ്പോൾ എല്ലാവരും രാവിലെ നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും കൊച്ചും അമ്മയും അമ്മമ്മയും എല്ലാവരും വന്നായിരുന്നു. അന്ന് രാവിലെ ചടങ്ങിലൊക്കെ പങ്കെടുത്ത് അവരങ്ങ് പോയി. പിന്നെ നമ്മൾ ഇന്നിപ്പം വൈകിട്ട് നമ്മളെ ഫ്രണ്ട്സ്, മൃദുലയുടെ ഫ്രണ്ട്സ് ഇനി അങ്ങോട്ട് ഫംഗ്ഷൻ ആരംഭിക്കുക. ഇനിയാണ് ഓണാവാൻ പോണത്. രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മളെ ചടങ്ങ്, മറ്റു കാര്യങ്ങള് കുറച്ച് ടൈം കൊടുത്തേക്കുന്ന ആൾക്കാർ വന്ന് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ഓണാവാനായിട്ട്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ, നമ്മള് മൃദുലിന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലായിരുന്നു. മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് സെറ്റ് ആയിട്ട് വന്ന്. അപ്പൊ മേക്കപ്പ് എങ്ങനെ ഉണ്ടെന്ന് താഴെ കമന്റ് സുഹൃത്തുക്കളെ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കളർ. ഇതിന്റെ സെയിം പീകോക്ക് ബ്ലൂ ആയിരുന്നു എനിക്ക് എൻഗേജ്മെന്റ്. അപ്പൊ ഈ വട്ടം ചെക്കന് ഒരേ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതല്ല, സാധാരണ എന്ന് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇരുന്നങ്ങ് മേക്കപ്പ് ചെയ്താൽ മതി, ഇപ്പൊ ഇരിക്കും. അപ്പോൾ എന്തായാലും കൊച്ചും അമ്മയും അച്ഛനും അമ്മമ്മയൊക്കെ വന്നു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവർ ആ ഒരു കാര്യത്തിന് വന്നല്ല, അവർ വീഡിയോയിലൊന്നും നിന്നിട്ടില്ല തോന്നുന്നു, അതുകൊണ്ട് വീഡിയോയിലൊന്നും കാണുന്നില്ല. എന്തായാലും വേറൊരു ഇതിന് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വന്ന് സഹകരിച്ചില്ല, അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഈ ഒരു ഇപ്പോൾ കുറച്ചൊക്കെ ഒരു ഇതുണ്ടാവും, അത് പിന്നീട് അത് ശരിയാവും, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. എന്തായാലും കാര്യങ്ങൾക്കൊക്കെ സഹകരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഫാമിലി ആകുമ്പോൾ, ഒരു കുടുംബമാകുമ്പോൾ പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവട്ടെ. എന്തായാലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അപ്പോൾ നല്ലൊരു വീടാണ്, എനിക്ക് ആ ഒരു വീട് നല്ല ഇഷ്ടപ്പെട്ടത്. ഒരു കുഞ്ഞിനെയും കൊണ്ട് സ്വന്തം വീട്ടിലോട്ട് തന്നെ കയറാൻ പറ്റുക എന്നുള്ളത് പറയുന്നത് ഏറ്റവും നല്ലൊരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും ആ ഒരു ഭാഗ്യം ഇവർക്ക് ഉണ്ടായി. മൃദുല, പ്രവീൺ, അവരുടെ ഫാമിലിയിൽ നിന്ന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ അവരുടെ വീടിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുമെന്ന് കണ്ടു നോക്കൂ.
6 മണിക്ക് ഉറങ്ങി ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കിടന്ന് ഉറങ്ങേണ്ട ആവശ്യം ഇല്ലായിരുന്നു, പക്ഷെ മയങ്ങിപ്പോയി. പിന്നെ കൈസ് നമ്മൾ ഗണപതി ഹോമവും അതുപോലെ തന്നെ വിളക്ക് കൊണ്ട് കയറുന്ന ചടങ്ങ് നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ 15-ാം തീയതി എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് നല്ലൊരു ദിവസമായിരുന്നു. അപ്പം അന്ന് നമ്മൾ ചടങ്ങ് ചെയ്തു. നേരത്തെ ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ നിന്നോണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇന്ന് ഹോട്ടൽ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പറ്റത്തില്ല. അതുപോലെ നമുക്ക് തെമ്മല പോയിട്ട് ഇവിടെ വന്ന് പണി നടക്കുന്നത് നോക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചടങ്ങുകളങ്ങ് മുമ്പേ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പാല് കാച്ചുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്ന് ചടങ്ങുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫോർമൽ, അതായത് നമ്മളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ അന്നൊരു ചെറിയ ചെയ്യുമ്പോഴും ഭയങ്കര ഒരു പ്രൗഡ് ഫീലുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ നാളത്തെ ഒരു വിഷമത്തിൻ്റെയും അല്ലെങ്കിൽ കുറേ നാളത്തെ നമ്മൾ വീടെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹവും സ്വപ്നമൊന്നും അല്ലായിരുന്നു. ഒരു ഷോർട്ട് ടൈമിൽ വന്നൊരു സ്വപ്നം. അത് നമ്മൾ സ്വപ്നത്തെക്കാൾ ഉപരി അത് നമ്മളെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അത് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പം ഇനിയുള്ള ജീവിതം നമ്മുടെ ഈ ഒരു സ്വപ്ന വീട്ടിലായിരിക്കും, അല്ലേ? നമ്മുടെ സ്വന്തം വീട്ടിലായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ വീടിന് നമുക്ക്. അപ്പോൾ അതാണ് വീട്. നല്ല അടിപൊളി വീടൊക്കെ തന്നെയാണ്. നല്ല പാല് കാച്ചലൊക്കെ കഴിഞ്ഞു. നല്ല സന്തോഷത്തോടു കൂടി അവർക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഇനി സന്തോഷം നിറഞ്ഞ ജീവിതമാവട്ടെ. അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. ഒരു കുഞ്ഞ്, അതുപോലെ തന്നെ ഒരു വീട്, അതൊക്കെ ആവുക എന്ന് പറയുന്നത്, ഈ പ്രായത്തിലിടയ്ക്ക് അതൊക്കെ ആവുക എന്ന് പറയുന്നത് ഏതൊരു ആണിൻ്റെയും ഏതൊരു പെണ്ണിൻ്റെയും സ്വപ്നം തന്നെയാണ്. ഒരു കൃത്യസമയത്ത് എല്ലാം ആകുക എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും ഇതെല്ലാം അവരുടെ ജീവിതത്തിലെല്ലാം ഐശ്വര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ അവർക്കിനി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതുപോലെ തന്നെ കൊച്ചും ഇവരും തമ്മിൽ വന്നിട്ടുണ്ടായിരുന്നു, എന്നാലും ചെറിയ നീരസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി അതെല്ലാം മാറി, ഒരുപാട് മാറി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നും പോയി നല്ല സന്തോഷം നിറഞ്ഞൊരു ജീവിതം, നല്ല കുടുംബ ജീവിതം ആകട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് സ്വന്തമായിട്ടുള്ളൊരു വീട്, അതാണ് ഏറ്റവും ഒരു ഇത്. അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിലും സ്വന്തമായിട്ടൊരു ജോലി, അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തമായൊരു വീട്, ഇതൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ. അല്ലാതെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക, അതൊന്നും ഈ വന്ന കാലത്ത് അത്രയ്ക്ക് നല്ലതല്ല. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എല്ലാം നേടിയെടുക്കാൻ കഴിയും. ഇപ്പോൾ പ്രവീണിൻ്റെ കാര്യത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിലും അവർക്ക് ആ ഒരു പ്രശ്നം വന്ന സമയത്ത് അവൻ്റെ കയ്യിൽ കാശും എല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു വീട് പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ 2 മാസത്തോളം ഇതാണ് വാടകയ്ക്ക് അല്ലെങ്കിൽ മൃദുലൻ്റെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നതാണെങ്കിലും പിന്നെ അവർക്കത് സ്വന്തമാക്കാൻ കഴിഞ്ഞു. കുറച്ച് വൈകിയായാലും 2-3 മാസത്തിനുള്ളിൽ തന്നെ അവർക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആവണം. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ നമുക്കത് പിന്നീടത് ഇതാവുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാം നമ്മുടെ കയ്യിലെല്ലാം സ്വരുക്കൂട്ടി വെക്കണം. ഒന്നും ഇല്ലാത്തടത്തു നിന്നല്ല നമ്മൾ ഇതാവേണ്ടത്. നമ്മളെല്ലാം നേരത്തെ തന്നെ എല്ലാം തയ്യാറെടുപ്പോടു കൂടി വേണം ഒരു ജീവിതത്തിലേക്ക് കടക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സമയത്ത് എപ്പോഴും ആ ഒരു ജീവിതമായിട്ട് നമുക്ക് പോകേണ്ടി വരും. ഒന്നും നമുക്ക് ജീവിതത്തിൽ നേടാൻ കഴിയില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു ഇതുണ്ടെങ്കിൽ നമുക്കത് എന്തും നമുക്ക് നിഷ്പ്രയാസം നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ പ്രവീണിൻ്റെ ജീവിതം കൊണ്ട് നമുക്കത് കാണിച്ചു തന്നൊരു കാര്യമാണ്. എന്തെല്ലാം പ്രശ്നങ്ങളായിക്കോട്ടെ, ഫാമിലി ആകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പല പൊട്ടിത്തെറികളും ഉണ്ടാവും, പല അടികളും ഉണ്ടാവും. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇന്ന് ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നിലയും വിലയും ഉണ്ടാവുള്ളൂ. നമ്മൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. ഇല്ലാതെ മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുക എന്നുള്ളത് നല്ല പ്രവണതയല്ല. എനിക്ക് ഈ ഒരു അവസരത്തിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് അതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.